ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവിനെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും അരുളി ചെയ്യുന്ന ദൈവശബ്ദമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. ഏറിയ പങ്കും മനുഷ്യൻ്റെ ഒരു വിലാപമാണ് ഞങ്ങൾ അനാഥരാന്നുള്ളത്. ആഗ്രഹിച്ച സഹായങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, ആഗ്രഹിച്ച രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ വരുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്ന്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നീ അനാഥമാകുവാൻ നിന്നെ വിട്ടുകൊടുക്കുന്ന കർത്താവല്ല. അവൻ നമ്മുടെ സഹായത്തിനായി ഇറങ്ങി വന്ന് നമ്മുടെ തലയെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തി, നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് ശത്രുവിൻ്റെ നടുവിൽ മൃഷ്ടാന്ന ഭോജനം ഒരുക്കി നമ്മെ പരിപാലിപ്പാൻ അവൻ്റെ കരം ശക്തിയുള്ളതാകുന്നു. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, കർത്താവിൽ ധൈര്യത്തോടെ ആശ്രയിക്കുക. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ പടക് കടലിൻ്റെ നടുവിലായിരിക്കുമ്പോൾ തിരയടിച്ച കാറ്റ്, കൊടുങ്കാറ്റിനാൽ അവ മുങ്ങിപ്പോറുവാൻ സാധ്യതയുള്ള നാളുകളിൽ അവർ നിലവിളിക്കുമ്പോൾ അവരുടെ നിലവിളി കേട്ട് അവരെ കൈവിടാതെ, ഉപേക്ഷിക്കാതെ യേശു അവരുടെ സഹായത്തിനായി എത്തുക മാത്രമല്ല, അവരെ ആഗ്രഹിച്ച തുറമുഖത്തെ ലക്ഷ്യത്തിൽ എത്തിക്കാനിടയാക്കിയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ദൈവസ്ഥൽ കഴിക്കുന്ന നിലവിളിക്ക് മറുപടിയുണ്ട്. നിങ്ങളുടെ തലമുറകൾക്ക്, കുടുംബത്തിന്, നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്ക്, നിങ്ങളുടെ ഉപജീവന സംരംഭങ്ങൾക്കൊക്കെ യേശുവിൻ്റെ സഹിത്വവും സാന്നിധ്യവും സംരക്ഷണം ഉണ്ടാകും. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമുക്കറിയാം, നയിൻ പട്ടണത്തിലെ വിധവ, അവൾക്ക് ഒരു മകനേ ഉള്ളൂ. ആ മകൻ ഇപ്പോൾ മരിച്ച് അവൻ്റെ പഞ്ചവുമായി പട്ടണത്തിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ ചങ്കുപൊട്ടി നിലവിളിക്കുന്ന ആ നയിനിലെ വിധവയുടെ അടുക്കൽ യേശു വന്നിട്ട് അവളുടെ അനാഥത്തെ മാറ്റി അവൾക്ക് തൻ്റെ മകനെ ജീവനോടെ നൽകി അവളെ ബലപ്പെടുത്തിയെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് കർത്താവ് ഇടപെടുന്ന ദൈവശബ്ദമാണ്. നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ നാൾവഴികളിലും, ഏത് ദുർഘടമേടുകളുടെ നടുവിലും, നാം ഭാരപ്പെടുന്ന ഇടങ്ങളിൽ അവൻ്റെ സഹിത്വവും സാന്നിധ്യവും സംരക്ഷണവും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന് നമ്മെ ധൈര്യപ്പെടുത്തി ശക്തിയോടെ കരം പിടിച്ച് മുൻപോട്ട് നടത്താനുണ്ട്. അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് പറയുവാൻ ഓരോ ദിനവും കർത്താവ് എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.